അപ്പോൾ രേഷ്മ ഏതായാലും സന്തോഷം. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ ഏ? സാർ, ഓക്കെ സാർ. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം. ഉം. രേഷ്മയുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ വെറുതെ നമ്മൾ ജസ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. അതെ അതെ. അപ്പം അത് പറയുമ്പോൾ തന്നെ രേഷ്മ അത് കറക്റ്റായിട്ട് അതിലോട്ട് വരികയാണ്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഓരോ സ്റ്റേജിൽ വരുമ്പോഴും ഇപ്പം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ദിവസം ഒരു 5 ദിവസം കറക്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ആ ജോലി കഴിഞ്ഞ് ബാക്കി വരുന്ന 2 ദിവസങ്ങളിലാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് വരുന്നത്. അതെ. അല്ലേ? ആ, അപ്പോൾ അത് ഇപ്പം ഫുജറയിലായിരുന്നാലും റാസൽ ഖൈമയിലായിരുന്നാലും ദുബൈയിലായിരുന്നാലും അതെ. അതിനുവേണ്ടി തീർച്ചയായിട്ടും പാഷനേറ്റായിട്ട് ഓടിയെത്തുന്നുണ്ട്. അത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്കിൽ ഒരുപാട് ഇപ്പോൾ പ്രോഗ്രാംസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് ശേഷം ഉം. ഇവൻറ്റ് ഉള്ളെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഏത് എമിറേറ്റ്സിലാണോ അങ്ങോട്ട് ഡയറക്റ്റ് ട്രാവൽ ചെയ്യും. അതിനുശേഷം റസൽ കൈമ ഉം. അങ്ങനെ ഒരു 2-3 ദിവസമാണെങ്കിലും ഫുള്ള് ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കുറച്ച് സ്റ്റേജസും ഷോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ സപ്പോർട്ട്? ഡെഫിനറ്റ്ലി ഫാമിലി. ഹസ്ബൻഡും മോനും എല്ലാവരും നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാറിലാണ് ഈ 3 ദിവസം. ഉം. ഉറങ്ങാൻ മാത്രം വീട്ടിലെത്തുന്നത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കും. രാവിലെ ഇപ്പോൾ ചില ദിവസമൊക്കെ 1-2 ഷോസൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും. ഉം, ഉം, അപ്പോൾ ഉച്ചയ്ക്ക് ഷാർജയിലായിരിക്കും, ചിലപ്പോൾ വൈകിട്ട് അബുദാബി ആയിരിക്കും. ഉം. അപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഡെഫിനറ്റ്ലി സ്റ്റേജാണ് എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് പിടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എനർജി. ഞാനാവുന്നത്. ഉം, ഉം, ഷോസിനൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ലൈക്ക് നമ്മൾ പ്രോഗ്രാംസിൽ പോകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടായിരിക്കും. സ്റ്റേജിൽ കയറുമ്പോഴാണ് ആ ഒരു എനർജി അങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും. ഈ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിൽ ഇതുപോലെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? നാട്ടിലുണ്ട്. ഞാനൊരു നിയർലി 12 വയസ്സ് ഉം. ആകുമ്പോൾ തൊട്ടിട്ട് ഒരുപാട് വലിയ വലിയ സ്റ്റേജസ് ഒന്നും അല്ല, ഉം. എന്നാലും അത്യാവശ്യം സ്റ്റേജുകളിലൊക്കെ പാലക്കാട് തന്നെയാണ്. പാലക്കാടും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് രാമൻകുട്ടി രാമശ്ശേരി എന്ന് പറയും. ഉം. അപ്പോൾ സാറ് സ്റ്റേജിൽ ആദ്യം സാറിൻ്റെ വഴിയാണ് ആക്ച്വലി ഞാൻ സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങിയത്. ഉം, ഉം. അപ്പോൾ ചെറിയ ചെറിയ ഷോസ് നമുക്ക് കല്യാണ പരിപാടികൾ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഷോസ് ആയിട്ട് പിന്നെയാണ് നമ്മൾ മുന്നോട്ട് വലിയ സ്റ്റേജുകളിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഉം. ഈ ഈ യാത്രയിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ആരെയൊക്കെയാണ്? ഡെഫിനറ്റ്ലി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലത്തെ കാര്യം പറയുകയാണെങ്കിൽ പാരൻസ്, ഉം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാമൻകുട്ടി സാറ്, ഉം. അതുപോലെ ആ ഭാഗത്തിൽ പിന്തുണച്ച ഒരുപാട് പേര്, പിന്നെ എൻ്റെ ഗുരുക്കന്മാർ, ഉം. എൻ്റെ കോളേജിലെ സാറുമാർ ഇപ്പോഴും എന്നോട് നമ്മൾ കീപ്പ് ഇൻ ടച്ചാണ്. സാർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സാറുമാർ അരുൺ സാർ, സുഷ ടീച്ചർ, ഉം. ശ്രീലൈ ടീച്ചർ, ധന്യ ടീച്ചർ, വിമൽ സാറ്, ഉം. പിന്നെ ഒരുപാട് പേരുണ്ട്. ശ്രീ രജനി ടീച്ചർ, ഉം. ധന്യ ടീച്ചർ, പിന്നെ നമ്മുടെ അങ്ങനെ കുറേ അങ്ങനെ പേരുകൾ ഒരുപാട് പേര് കുറേ ഒരുപാട് ഉണ്ട്. പേരുണ്ട് എന്നാലും പറയുകയാണെങ്കിൽ. നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് ഒരു ഇതിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന 1-2 ടീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ പറയുകയാണെങ്കിൽ ആരായിരിക്കും? അരുൺ സാർ ഉം. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കോളേജിലത്തെ പറയുകയാണെങ്കിൽ, ഉം. പിന്നെ രാമൻകുട്ടി സാറ്, ഉം. അരുൺ സാറ്, ഇവരാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ഉം. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ ഇവർ രണ്ടുപേരുമായിട്ടാണ്. രണ്ടുപേരും. പിന്നെ ഡെഫിനറ്റ്ലി ഫാമിലി. ഉം. ഇപ്പം കല്യാണത്തിന് മുന്നേ അച്ഛനും അമ്മയും, ഉം. ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്, ബ്രദർ സിസ്റ്റർ എല്ലാവരും, പിന്നെ കല്യാണ ശേഷവും ഹസ്ബൻഡും കൂടി അതിൽ ജോയിൻ ചെയ്തു, ഉം. മോനും എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ. ഈ നമ്മൾ ഇത്രയും ജേണിയിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ സ്കൂൾ മുതലുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നമ്മൾ അതേപോലെ സ്ട്രെങ്ത് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട്? ഇപ്പോൾ ഫ്രണ്ട്സ് അത്യാവശ്യം ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാലും അത്യാവശ്യത്തിന്. ഇപ്പോൾ അശ്വതി ചെറിയ കുട്ടിയാ മുതൽ കോളേജിൽ 5-6 ഇയേഴ്സ്, പിന്നെ നീതു, പിന്നെ പിന്നെ +1 +2 മുതലുള്ള സുമിത, ഉം. അവരൊക്കെ ഏകദേശം മ്യൂസിക് ഫീൽഡിൽ ഉള്ളവർ തന്നെയാണ്. ഉം. അവരായിട്ട് അവരെല്ലാം നാട്ടിലാണോ അതോ ഇവിടെയൊക്കെ ഉണ്ടോ? കുറച്ച് പേര് ഇവിടെയുണ്ട്, കുറച്ച് പേര് നാട്ടിൽ. ഉം. അങ്ങനെയായിട്ട് കണക്ട് കണക്ഷൻ എപ്പോഴും ഉണ്ട്. കണക്ഷൻസ് ഉണ്ട്. നമ്മൾ നേരിട്ട് പഴയ പോലുള്ള കാണാനോ മിണ്ടാനും ജോലി തിരക്കും ഇങ്ങനെയൊക്കെയുള്ള ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ടുള്ള ഒരു സംസാരക്കുറവ് അത്രയേ ഉള്ളൂ. ശരിക്കും പാട്ട് പാടും, ആങ്കർ ചെയ്യും, പിന്നെ അതിന് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിങ് ചെറിയ കുട്ടിയാകുമ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ എനിക്ക് അതിൻ്റെ തുടക്കം തോന്നുന്നത് ഒരു +2 കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അതൊരു ടേണിംഗ് പോയിന്റ് ആണ് കേട്ടോ. മ്യൂസിക് ഫീൽഡ് തന്നെ പറയാം. അതിലും സജിത് സാർ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് മ്യൂസീഷ്യൻസിനൊക്കെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് സജിത് ശങ്കർ. അപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റുഡിയോ, പിന്നെ അതുപോലെ രതീഷ് ഏട്ടൻ പ്രസ്റ്റീജ്, നമ്മുടെ പാലക്കാട് തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് രതീഷ് ഏട്ടൻ. അപ്പോൾ രതീഷ് ഏട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കോറസ് പാടാൻ, എനിക്ക് തോന്നുന്നു ചൈത്ര സുഗന്ധിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ ഒരു ആൽബം ദുബായിൽ റിലീസാവുന്നൊരു
ആൽബം. അപ്പോൾ അതിലേക്ക് അവർ നാട്ടിൽ നിന്നാണ് കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ സെക്കൻഡ്സ് പാടാനും ഒക്കെ വേണം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ കോളേജിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കോൾ വന്നു, ഇങ്ങനെ റെക്കോർഡിംഗ് ഉണ്ട്, രേഷ്മ പാടാൻ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ രതീഷ് ചേട്ടനായിട്ടുള്ള പരിചയം. പിന്നെ പ്രോഗ്രാംസിൽ പോകുമ്പോൾ അവർ സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാം കൂടിയായിട്ട് നമുക്കുള്ള കണക്ഷൻ ആയിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രതീഷ് ചേട്ടാ ഞാനിങ്ങനെ അപ്പോൾ ചുമ്മാ മൊബൈലിലൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരു കളിക്കുന്ന ഇങ്ങനെ റെക്കോർഡ് ചെയ്യായിരുന്നു ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ. അപ്പോൾ ഞാൻ രതീഷ് ചേട്ടൻ ഇങ്ങനെ പറയും, ഞാൻ രതീഷ് ചേട്ടൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്, രതീഷ് ചേട്ടൻ ഞാൻ കേൾപ്പിച്ചു തരാം, എന്തെങ്കിലും വരികയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് രതീഷ് ചേട്ടനെ കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ ആക്ച്വലി ഞാനത് നമ്മുടെ കുട്ടിപ്പട്ടാളം പണ്ട് നടന്നിട്ടാണ്, നമ്മുടെ സുബി ചേച്ചിയുടെ കുട്ടിപ്പട്ടാളൊക്കെ കാണുമ്പോൾ അതിൽ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ സുബി ചേച്ചി ചോദിക്കും, മോനെ വീട്ടിൽ ഉപ്പച്ചി ഉമ്മച്ചിയൊക്കെ എങ്ങനെയാണ് എന്നൊരു ഡയലോഗ്. അപ്പോൾ ഞാനത് ചുമ്മാ ഇങ്ങനെ വീട്ടിൽ പറയുമായിരുന്നു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇപ്പം ശബ്ദം വരുന്നതല്ലേ, കുറേ ദിവസമായി യൂസ് ചെയ്തിട്ട് അങ്ങനെയല്ല, ഉമ്മച്ചി ഉപ്പച്ചി നല്ല കുട്ടികളായിരിക്കണം, ഉപ്പച്ചി ഉമ്മച്ചി തല്ല കൂടുമ്പോൾ ഉപ്പച്ചി ഉമ്മച്ചീനെ പിടിച്ച് ഇങ്ങനെയും അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഡയലോഗാണ്. ഇപ്പോൾ നമ്മൾ ആ വോയിസ് മോഡുലേഷൻസ് ഒക്കെ കുറച്ച് ഇതായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവർക്കൊരു മലയാള മനോരമയുടെ മിന്നാമിന്നി എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂണ്. അപ്പോൾ മിന്നാമിന്നിയുടെ ഒരു കാർട്ടൂണിന് വേണ്ടി അവർക്കൊരു വോയിസ് അയച്ചു കൊടുത്തിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു സ്റ്റോറി, ഒരു കുട്ടികളുടെ ഒരു സ്റ്റോറി പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ തന്നെ കേട്ടിട്ട് ആ കഥ ഞാൻ എൻ്റെതായ ഒരു വേർഷനിലേക്ക് അയച്ചു കൊടുത്തു. പിന്നീട് അവർക്ക് ഇഷ്ടമായിട്ട് മിന്നാമിന്നി കാർട്ടൂണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തു, ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ തന്നെ. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് ആഡുകൾ, അഡ്വർടൈസ്മെൻറ്റ്സ്. പിന്നെ നമ്മുടെ ഭയം എന്നുള്ളൊരു മൂവി, നമ്മുടെ മീനാക്ഷി അല്ലേ, അമർ അക്ബർ നന്ദോണിയിലൊക്കെ അഭിനയിച്ച ആ കുട്ടിയുടെ ഒരു മൂവിയുടെ ട്രailer-ന് വേണ്ടിയിട്ട്, മൂവിക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് ഡബിങ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് ഫിലിമിലൊക്കെ എങ്ങനെ വന്നത്? ഷോർട്ട് ഫിലിമിൽ അത് നമ്മുടെ റാസൽ ഗെയിമിലൊരു തുടക്കമാണ്. കട്ടൻ ചായ ഒരിക്കൽ പോലും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാത്ത, ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നി സ്റ്റേജിലൊക്കെ കയറിയ ശേഷമാണ് ആദ്യമായിട്ട് ക്യാമറയൊക്കെ ഫേസ് ചെയ്യുന്നത്. പിന്നീട് കട്ടൻ ചായ പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ട് നമ്മുടെ റാസൽ ഗെയിമിലെ ഒരു നമ്മുടെ അബു താഹിർ എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ, ആ ടീമിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ ഈ ഡബ്ബിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം അപ്പോൾ പിന്നീട് നമ്മളൊരു ഗ്രൂപ്പ് ഫോമൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മൾ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി, ലേഡീസിൻ്റെ ഒരു സ്ട്രഗിൾസ്, ഒരു 3 പാർട്ടായിട്ട്. അപ്പോൾ അതിൽ ഹസ്ബൻഡ് ഓൾറെഡി ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, മുന്നേ ഇവർ ഒരു ടീമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രേഷ്മ നമ്മൾ ചെയ്യാമെന്ന്, രേഷ്മ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതുവരെ അഭിനയിച്ചിട്ടില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അതിലേക്കുള്ളൊരു തുടക്കം. ഗ്രേറ്റ്. അങ്ങനെ തൊടുന്നതെല്ലാം ഒരു പൊന്നെന്ന് പറയുന്ന പോലെ ആരെങ്കിലാണ് തോന്നുന്നത്. വിചാരിക്കുന്നു അങ്ങനെ ആയിട്ട് വരട്ടെ എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം കാണുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, ഇപ്പം രേഷ്മയെ ആങ്കർ ചെയ്യാനായിരുന്നല്ലോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിരുന്നല്ലോ, കിട്ടണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ? ആക്ച്വലി ഇപ്പം നമുക്ക് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്ച്വലി കുറച്ച് ഡെയിലി പോസ്റ്റ് നമ്മുടെ പ്രോഗ്രാംസിൻ്റെ ആണെങ്കിലും ബാക്കി എല്ലാവരും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തതിൽ അതിലേക്ക് വിളിച്ച് അവർ കണക്ട് ചെയ്യും, എല്ലാത്തവരും മെസ്സേജ് അയക്കും. 0544 033 944. ഓക്കെ, ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ രേഷ്മയെ പ്രോഗ്രാമിനും അതുപോലെ തന്നെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കിട്ടും അല്ലേ? അതെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ലൈസൻസ്ഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പം ആഡൊക്കെ ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ഓ ഗ്രേറ്റ്. അപ്പോൾ അതും നല്ലൊരു ഇതാണ്, കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും രേഷ്മയുടെ സർവീസ് ഉപയോഗിക്കാം. reshmaraaj_official എന്നാണ് പേജ്, ഇൻസ്റ്റയിലുള്ള പേജ്. ഓക്കെ. അപ്പം രേഷ്മ, ഇത്രയും നമ്മൾ പാട്ടുകൾ പാടി, ഞാൻ നേരത്തെ തമിഴെന്ന് ഉപയോഗിക്കുകയും ചെയ്തു, എന്നിട്ട് രേഷ്മ തമിഴ് പാട്ട് ഇതുവരെ പാടിയില്ല. ഒരു തമിഴ് പാട്ട് പാടിയല്ലോ? ഓക്കെ. ശരി. புரியாத ஆனந்தம் புதிதாக ஆரம்பம் புரியாத
ശരിക്കും തമിഴും ശരിക്കും നല്ല രീതിയിൽ തന്നെ പാടുന്നുണ്ട്. താങ്ക് ഏ? യു താങ്ക് യു. അപ്പം നമ്മുടെ മലയാളമായി, തമിഴായി, അറബിയായി, ഉം. ഇനി ഒരു ഹിന്ദി കൂടെ പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അത് എങ്ങനത്തെ ഏതായാലും ഏതായിരുന്നാലും രേഷ്മയ്ക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ രേഷ്മയ്ക്ക് ഏതാണ് പാടാൻ മനസ്സിൽ തോന്നുന്നത് അത് പാടാം. जी हनी मंसूर है ये आपका ये फैसला जी हनी मंसूर है आपका ये फैसला कह रही है हर नस्ल बंदा पर शुक्रिया हंस के अपनी जिंदगी में कर लिया शामिल मुझे दिल की ये धड़कन तेरे जा मिल गई मंजिल मुझे आपकी नजरों ने समझा. അപ്പം ഇത്രയും നേരം രേഷ്മയായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. രേഷ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും രേഷ്മയെ മറ്റൊരു അവസരത്തിൽ ഇവിടെ കൊണ്ടുവരാം. താങ്ക് യു. താങ്ക് യു രേഷ്മ. Thank you so much, sir. Thank you for inviting me. Thank Thank you.